അണമുറിയാത്ത ജപമാല പ്രാർത്ഥനയുടെ അലയൊലിയുമായി വിശാഖപട്ടണം റോസ് ഹില്ലിലുള്ള മേരി മാതാ തീർത്ഥാടന ദേവാലയം. ഫാത്തിമയിലെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടാരംഭിച്ച അഖണ്ഡ ജപമാല 3 പതിറ്റാണ്ടുകളായി ഒക്ടോബർ മാസത്തിൽ മുടക്കമില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിലായി മുടക്കമില്ലാതെ ഒക്ടോബർ മാസത്തിൽ അണമുറിയാത്ത ജപമാല പ്രാർത്ഥനയുമായി ഒരു ദേവാലയം. ലയോ പാപ്പായുടെ ആഹ്വാനമനുസരിച്ച് പ്രത്യാശയുടെ തീർത്ഥാടകരായ സഭയിൽ പ്രാർത്ഥനയുടെ കൂട്ടായ്മ രൂപീകരിക്കുന്നതിനായി വിശാഖപട്ടണം റോസ് ഹില്ലിലുള്ള മേരി മാതാ തീർത്ഥാടന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ജപമാല ചങ്ങല പ്രാർത്ഥന നടക്കുന്നത്. എണ്ണമറ്റ ആത്മാക്കൾക്ക് പ്രത്യാശയുടെയും സൗഖ്യത്തിന്റെയും ആത്മീയ ശക്തിയുടെയും കൃപകൾ നൽകിക്കൊണ്ട് ജപമാല ചങ്ങല പ്രാർത്ഥന അതിന്റെ 31 വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശാഖപട്ടണം അതിരൂപതാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ഉടുമല ബാല മെത്രാപ്പോലിത്തായുടെ ആശീർവാദത്തോടെ മേരി മാതാ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് കൊണ്ടേല MSFSന്റെയും ജപമാല പ്രാർത്ഥന സംരംഭത്തിന്റെ സ്ഥാപകരിലൊരാളായ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് പുല്ലാട്ട് MSFSന്റെയും കൂടാതെ മേരി മാതാ റോസ് ഹിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ 30 വർഷങ്ങളായി ഒക്ടോബർ മാസത്തിൽ ഈ അഖണ്ഡ ജപമാല നടത്തുന്നു. കത്തോലിക്ക തിരുസഭയുടെ തുടക്കം മുതൽ ചരിത്രത്തിലുടനീളം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആഴമേറിയ മധ്യസ്ഥത തൊട്ടനുഭവിച്ചിട്ടുണ്ട്. ലോക സമാധാനത്തിനായി ചൊല്ലിത്തീർത്ത ജപമാലകൾ ലോകത്തിലേക്ക് സമാധാനത്തിന്റെ തിരുവെട്ടങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഓൺലൈനിലൂടെ നടക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ റോസറി ചെയിൻ പ്രെയർ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്നും പങ്കെടുക്കാം. സന്തോഷകരമായ ദിവ്യരഹസ്യത്തിൽ കുടുംബങ്ങൾക്ക് വേണ്ടിയും, പ്രകാശത്തിന്റെ ദിവ്യരഹസ്യത്തിൽ സഭയ്ക്ക് വേണ്ടിയും, ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളിൽ ലോകത്തിനു വേണ്ടിയും, മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിൽ മരിച്ചവർക്കു വേണ്ടിയുമാണ് പൊതുവായി ജപമാലയിൽ പ്രാർത്ഥിക്കുന്നത്. ഫാത്തിമയിലെ മാതാവിന്റെ സന്ദേശമനുസരിച്ച് ലോകസമാധാനത്തിനും യുദ്ധങ്ങൾ അവസാനിക്കുന്നതിനുമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനൊരുങ്ങി വിശ്വാസി സമൂഹം. വിശാഖപട്ടണം റോസ് ഹില്ലിലുള്ള മേരി മാതാ തീർത്ഥാടന ദേവാലയത്തിൽ നടക്കുന്ന അഖണ്ഡ ജപമാലയിൽ ഓൺലൈനിലൂടെ ലോകത്തെവിടെ നിന്നും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കുചേരാം. ന്യൂസ് ഡെസ്ക് ഷിക്കേന ന്യൂസ്.